അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 22-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഇതേ വാക്യം അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ദ ബ്ലെസ്സിങ് ഓഫ് ജഹോവ ഇറ്റ് മേക്കത്ത് റിച്ച് ആൻഡ് ഹി ആഡത്ത് നോ സോറോ ദെർവിത്ത് എന്നും, ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് വെൽത്ത് ട്രബിൾ ഡസ് നോട്ട് കം വിത്ത് ഇറ്റ് എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അതിനോട് കൂടെ വ്യസനമോ ദുഃഖമോ വന്നു കൂടുന്നില്ല എന്ന് സാരം. ഇന്ന് അനേകർ സമ്പത്തുണ്ടാക്കുന്നുണ്ട്, എന്നാൽ ആ സമ്പത്ത് അവർക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. ആഡംബരത്തിനായി അവരുടെ സമ്പത്ത് ചിലവഴിക്കുന്നതിനാൽ, അവരുടെ സമ്പത്ത് അവർ ദുഷ്പ്രവൃത്തികൾക്കായി ചിലവഴിക്കുന്നതിനാൽ അവരുടെ മക്കളും ആ മാർഗം തന്നെ തിരഞ്ഞെടുക്കുന്നു. ഒടുവിൽ അവരും അവരുടെ മക്കളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിത്തീരുന്നു. അതുമൂലം അവരുടെ ഹൃദയത്തിലും ഭവനത്തിലും സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. സംതൃപ്തിയോ സന്തോഷമോ ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ ഉണ്ടാവുകയില്ല. സമാധാനത്തിനും വിശ്രമത്തിനുമായി ഒത്തുകൂടുവാൻ ദൈവമൊരുക്കിയ ഭവനം ഇപ്പോൾ യുദ്ധക്കളമായി തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചാൽ അവർ സമ്പത്തുണ്ടാക്കിയത് കള്ളനാവ് കൊണ്ടും വ്യാജ മാർഗത്തിലൂടെയും മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടുമായിരുന്നു എന്ന് കണ്ടെത്തുവാൻ കഴിയും. കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ സകല വ്യാജ മാർഗവും നാം വെറുക്കണം. ഒരു നീതികേടും നമ്മിൽ ഉണ്ടാകരുത് എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ കൂടി കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നതിന് കാരണം, നാം വ്യാജമാർഗം വെറുക്കാതെയും അനീതിയിൽ രസിച്ചും ജീവിച്ചാൽ യഹോവയുടെ അനുഗ്രഹം നമ്മിൽ നിന്നും നീങ്ങിപ്പോകും എന്നതിനാലാണ്. നീതിമാനായ സ്വർഗീയ പിതാവ് എല്ലാ നന്മകളും എല്ലാവർക്കും നൽകുമെങ്കിലും നമ്മോടുകൂടെ വസിക്കണമെങ്കിൽ നാം നമ്മുടെ കൈകളെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കുറ്റമില്ലായ്മയിൽ കഴുകണം. ഓർക്കുക, മറ്റൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നന്മകൾ തെറ്റായ രീതിയിൽ നമ്മുടെ ഭവനത്തിൽ വരുവാൻ നാം ഇടവരുത്തിയാൽ അതിനോട് കൂടെ തന്നെ സാത്താന്യ സാന്നിധ്യവും നമ്മുടെ ഭവനത്തിൽ നിറയും. സകല അനീതിയുടെയും അവിശ്വസ്തതയുടെയും പാപത്തിൻ്റെയും കൂടെ സാത്താനും ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. ദൈവം ഒരിക്കലും ഒരു അനീതിക്കും കൂട്ടുനിൽക്കുകയില്ല, ആർക്കു വേണ്ടിയും കൂട്ടുനിൽക്കുകയില്ല. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല എന്ന ആവർത്തന പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം ഇംഗ്ലീഷ് NIV വേർഷനിൽ ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി ആൻഡ് ആക്സെപ്റ്റ് നോ ബ്രൈബ്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം മുഖപക്ഷം കാണിക്കുകയോ കൈക്കൂലി വാങ്ങുകയോ ചെയ്യുന്നില്ല എന്ന് സാരം. പാപം ചെയ്തതിന് ശേഷം സാത്താൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നാം ചിന്തിക്കരുത്. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം പാപം ചെയ്താൽ അതിനോട് കൂടെ തന്നെ അതിൻ്റെ ഫലമായി ശാപവും നമ്മിൽ പ്രവേശിക്കുന്നു. ശാപമുള്ള സ്ഥലത്ത് ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയില്ല. ശാപം നിങ്ങളിൽ നിന്നും നീക്കാഞ്ഞാൽ എനിക്ക് നിങ്ങളോടുകൂടെ വസിക്കുവാൻ കഴിയുകയില്ല എന്ന് യോശുവായുടെ പുസ്തകം 7-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. യോശുവായുടെ പുസ്തകം 7-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ഇസ്രായേൽ മക്കൾ യെരിഹോ കോട്ട പിടിക്കുവാനായി യഹോവയാൽ നിയമിതരായി കോട്ട പിടിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളയണമെന്നായിരുന്നു ദൈവകൽപ്പന. കാരണം യെരിഹോ കോട്ടയിൽ താമസിച്ചിരുന്ന ജനങ്ങൾ മ്ലേച്ഛതയിൽ മുങ്ങിക്കുളിച്ചിരുന്നു. ദൈവം വെറുക്കുന്ന സകല പാപങ്ങളിലും അവർ രസിച്ചിരുന്നു. അവരുടെ വെള്ളിയോ പൊന്നോ ഒന്നും ഇസ്രായേൽ മക്കളെ നിങ്ങൾ എടുക്കരുത്, കാരണം അവർ ശാപഗ്രസ്തരാണ്. യെരിഹോ കോട്ട അവർ പിടിച്ചു. എന്നാൽ ആഗാൻ എന്ന ഒരു വ്യക്തി അവിടെ നിന്നും ആരും കാണാതെ വെള്ളിയും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടു പോന്നു. ആരും കണ്ടില്ലായിരുന്നു. ഇസ്രായേൽ മക്കൾ ശക്തന്മാരായവരുടെ യെരിഹോ കോട്ട പിടിച്ച അഹങ്കാരത്താൽ ഹായി എന്ന കൊച്ചു പട്ടണം പിടിക്കുവാൻ ചെന്നപ്പോൾ വെട്ടേറ്റ് നിലത്ത് വീണു.
യോശുവ കരഞ്ഞുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീണ് കിടന്നു. കർത്താവ് അവനോട് പറഞ്ഞ ഇസ്രയേലിൻ്റെ പരാജയ കാരണമാണ് നാം യോശുവ 7-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ കേട്ടത്. ദൈവം എന്തുകൊണ്ട് യെരിഹോ കോട്ടയും ഹായി പട്ടണവും നശിപ്പിക്കുവാൻ പറഞ്ഞു? അതെ, എല്ലാ കാലത്തും പാപമുള്ള ദേശത്തിന്മേലും രാജ്യത്തിന്മേലും ദൈവം കണ്ണുവെച്ച് മറ്റു രാജ്യങ്ങൾ ഉപയോഗിച്ച് അവരെ ശിക്ഷിക്കാറുണ്ട്. അതിനുദാഹരണമാണ് അസീറിയൻ സാമ്രാജ്യത്തെ ബാബേൽ കീഴടക്കിയതും, ബാബേലിനെ മേദ്യ പേർഷ്യ കീഴടക്കിയതും, മേദ്യ പേർഷ്യയെ ഗ്രീക്ക് സാമ്രാജ്യം കീഴടക്കിയതും. കൊച്ചു രാഷ്ട്രങ്ങളാണ് വമ്പൻ സാമ്രാജ്യങ്ങളെ കീഴടക്കിയത്. മറ്റു രാജ്യങ്ങളെ ഇസ്രയേൽ മക്കളെ കൊണ്ട് ബുദ്ധി പഠിപ്പിച്ചതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ച് ദൈവം ഇസ്രയേൽ മക്കളെയും ബുദ്ധി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുദാഹരണമാണ് AD 70 റോമാ സാമ്രാജ്യം യഹൂദന്മാരെ അവരുടെ രാഷ്ട്രം പോലും നഷ്ടപ്പെടുത്തിച്ചുകൊണ്ട് ഭൂമിയിലെല്ലായിടവും ചിതറിപ്പിച്ചത്. കേരളത്തിലും യഹൂദന്മാർ ഉണ്ടായിരുന്നുവല്ലോ. ബൈബിൾ സത്യമാണെന്ന് തിരിച്ചറിയുവാൻ യഹൂദന്മാരെ മാത്രം പഠിച്ചാൽ മതിയാകും. ദൈവം എന്തു പറയുന്നുവോ നാം അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണമെന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. നാം ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മെ വിട്ടകന്നു പോവുകയും ആ സ്ഥാനത്ത് സാത്താൻ ഇരിപ്പുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അനുഗ്രഹത്തിന് പകരം ശാപം നമ്മിലേക്ക് വരുന്നത്. ആയതിനാൽ നമ്മുടെ സകല പ്രവൃത്തികളിലും യഹോവയുടെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ തക്കവണ്ണം യേശുവിൻ്റെ പ്രമാണം അനുസരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. 81-ാം സങ്കീർത്തനം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രയേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവനെ കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. ഞാൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. 81-ാം സങ്കീർത്തനം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. സമ്പത്ത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പണം എന്നു മാത്രമല്ല, സമാധാനമുള്ള ഹൃദയം ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ്. ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം സമാധാനം ഇല്ലായ്മയാണ്. സമാധാന പ്രഭുവായ കർത്താവായ യേശുവിൻ്റെ അസാന്നിധ്യം ഒരു വ്യക്തിയെ തീവ്രവാദിയാക്കി മാറ്റുന്നു. എന്നാൽ യഹോവയുടെ അനുഗ്രഹം നമ്മിൽ വരുമ്പോൾ സമാധാനം ഹൃദയത്തിൽ മാത്രമല്ല നമ്മുടെ ഭവനത്തിലും വരുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ നീതിയോടെ ജീവിക്കുവാൻ കഴിയുന്നതും യഹോവ ഭക്തിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതുമാണ് യഥാർത്ഥ സമ്പത്ത്. നാം എത്രയെല്ലാം അധ്വാനിച്ചാലും ഈ സമ്പത്ത് ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവവചനമായ ബൈബിളിലെ കൽപ്പനകൾ അനുസരിക്കുന്നത് വഴി ഈ സമ്പത്ത് നമുക്കുണ്ടാകുന്നു. ഈ സമ്പത്ത് നാം നേടിക്കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്ക് സുബോധമുണ്ടാകുന്നു. രണ്ടാമതായി നാം നമ്മുടെ വിലയേറിയ സമയം വ്യർത്ഥ കാര്യങ്ങൾക്ക് മാറ്റിവെക്കുകയില്ല. മൂന്നാമതായി നാം നമ്മുടെ കുടുംബത്തിൽ മാതൃകയോടെ ജീവിക്കും. നാലാമതായി നാം നമ്മുടെ പണം ആർഭാടത്തിനായി ഉപയോഗിക്കുകയില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന സമ്പത്തിൻ്റെ പട്ടിക പിന്നെയും കൂടിക്കൂടി വരും. തന്നെയുമല്ല, പ്രത്യാശയോടെ ജീവിക്കുവാനും നമുക്ക് കഴിയും. സർവോപരി നമുക്ക് നിത്യജീവനാവകാശികളായി തീരുവാനും ഇടവരും. ആകയാൽ യഹോവയുടെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സമ്പത്തുണ്ടാക്കുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.